മിനിറ്റിലേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ബട്ടർസ്കോച്ചിന് വേണ്ട കാരമൽ ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇനി അത് നന്നായി മെൽറ്റാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിലൊക്കെ എപ്പോഴും ഫ്ലെയിം സിമ്മ് തന്നെ ഇട്ട് വെക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. എന്നാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒന്നും കൂടെ മെൽറ്റ് ആവാനുണ്ട്. ഇപ്പം നമ്മുടെ ഷുഗർ ഇവിടെ ടോട്ടലി മൊത്തത്തിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം എനിക്കെടുത്തു ഇതൊന്ന് ഫുള്ളി മെൽറ്റായി കിട്ടാൻ. ഇനി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. അതുകൊണ്ട് ഞാനൊരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നേരം പുറത്ത് വെച്ച് തണുപ്പൊന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും, പക്ഷേ അത് കുറേ കഴിയുമ്പോൾ മിക്സായി വന്നോളും. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. കാരമൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കാരമൽ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ അടുത്തത് കാരമലും നട്ട്സും കൊണ്ടിട്ടൊരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ബട്ടർസ്കോച്ച് കേക്കിൽ ഡെക്കറേഷനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ കടലയും അണ്ടിപ്പരിപ്പും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമുക്ക് നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ കാരമൽ ഇതിനു വേണ്ടിയും തയ്യാറാക്കിയെടുക്കാം. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഫ്ലെയിം ലോ സ്പീഡിലിട്ടിട്ടേ നമ്മൾ മെൽറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഹൈ സ്പീഡിലിട്ടാൽ കരിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു ചോയ നമ്മുടെ കാരമലിനുണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കാരമലൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഓവർ ചൂടാവുകയൊന്നും വേണ്ട. ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്കോ ബട്ടർ പേപ്പറിലേക്കോ നിങ്ങൾക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫുള്ള് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. മിക്സിയിലിട്ടിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നമ്മുടെ ചെറിയ അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ കേക്ക് സ്പോഞ്ച് 3 ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ മുകളിലത്തെ പോർഷനാണ് ഇവിടെ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാലും പാൽപ്പൊടിയും ബട്ടർസ്കോച്ചിൻ്റെ എസൻസും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ക്രീം കൊണ്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ റെഡിയാക്കി എടുക്കാം.
ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഈ ടൈം കൊണ്ട് കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചൂട് പാലോ വെള്ളമോ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കാരമലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേർഡ് ലെയറും ഇതുപോലെ തന്നെ വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ക്രം കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത കേക്കാണിത്. ഇനി ഇത് ഞാൻ സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിനെ ഒന്ന് സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഞാനിവിടെ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി. അപ്പോൾ എൻ്റെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയ ഡിഷുമായിട്ട് കാണാം. ബൈ.